കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശി ശ്രീഹരിയുടെ പൊതുദർശനം നടക്കുകയാണ്. ഇളങ്കാവിലെ വീട്ടിലാണ് പൊതുദർശനം. ഷിനോ ജസ്റ്റിയാണ് ആ വിവരങ്ങളുമായി ചേരുന്നത്. ഒപ്പം തന്നെ കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് CK അഭിലാലും വിവരങ്ങളുമായുണ്ട്. ആദ്യം ഷിനോജിലേക്കാണ്. ഷിനോജ്, ഈ അപകടത്തിൽ മരിച്ച ആളുകളുടെ വീട്ടിൽ നിന്നുള്ള സങ്കട കാഴ്ചകൾ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീഹരിയുടെ പൊതുദർശനം തുടരുന്ന എപ്പോഴാണ്, എവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ? രതീഷ്, ശ്രീഹരി ഇനിയില്ല എന്നൊരു സത്യം ഉൾക്കൊള്ളാൻ ഈ നാടും വീട്ടുകാരും ഒന്നും തന്നെ ഇതുവരെയും തയ്യാറായിട്ടില്ല. കേവലം 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ജോലി തേടി കഴിഞ്ഞ ജൂൺ 5-ന് കുവൈറ്റിലേക്ക് പോയ ചെറുപ്പക്കാരൻ, അമ്പലത്തിലും അതുപോലെ തന്നെ ക്ഷേത്ര പരിപാടികളിലും കഴിഞ്ഞ ഉത്സവത്തിലുമൊക്കെ വളരെ സജീവമായി നിന്ന ആ ചെറുപ്പക്കാരൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ വളരെ തൽപരനായി നിന്ന ചെറുപ്പക്കാരൻ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ശ്രീഹരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ശ്രീഹരി അവസാനമായി ഒരു ഇതൊക്കെ കാണുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. തുരുത്തിയിലെ യൂദാപുരം ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഈ ഇളങ്കാവിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ സമയം മുതൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് ശ്രീഹരിയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായ നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ശ്രീഹരിയുടെ അമ്മയൊക്കെ മകൻ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു ഓർമ്മയിൽ തന്നെയാണ്, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവരെല്ലാം ജീവിക്കുന്നതും ഒക്കെ. വൈകാരികമായി ആരെയും പറയാൻ വാക്കുകൾ പോലും നമുക്ക് കിട്ടുന്നില്ല. ആ തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ് ശ്രീഹരിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 5-നാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് ജോലിക്കായി പോകുന്നത്. കേവലം 3 ദിവസം മാത്രമാണ് അവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞത്. ആദ്യ മാസത്തെ ശമ്പളം പോലും നാട്ടിലേക്ക് അയക്കാൻ കഴിയാതെയാണ് അപ്രതീക്ഷിതമായി എത്തിയ മരണം ശ്രീഹരിയുമായി യാത്രയാകുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിവരെ ഈ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം വീടിന് പുറകിലായി തന്നെയാണ് ചിത ഒരുക്കുന്നത്. അവിടെയായിരിക്കും സംസ്കാര ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്. ഈ കുവൈറ്റ് അപകടത്തിൽ മരണപ്പെട്ട മറ്റൊരു കോട്ടയം സ്വദേശിയായിട്ടുള്ള വായ്പാട് സ്വദേശി ഷിബു വർഗീസിൻ്റെ സംസ്കാരവും ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. വായ്പാട് സെൻറ്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് പള്ളിയുടെ സെമിത്തേരിയിലായിരിക്കും ഉച്ചയ്ക്ക് 2:30 കൂടി ഈ സംസ്കാര ശുശ്രൂഷകളൊക്കെ തന്നെ നടക്കുക. മറ്റ് കോട്ടയം സ്വദേശിയായ പാമ്പാടിക്കാരനായിട്ടുള്ള സ്റ്റെഫിൻ എബ്രഹാം സാബുവിന് സംസ്കാരവും നാളെയായിരിക്കും ഉണ്ടാകുക. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരിക്കും പാമ്പാടിയിലുള്ള IPC ബദൽ ചർച്ചിൻ്റെ സെമിത്തേരിയിലായിരിക്കും സ്റ്റെഫിൻ്റെ സംസ്കാരവും നടക്കുക. ശരി, കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ. തിരുവല്ലയിലേക്ക് വന്നാൽ അവിടെ മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ്റെ മൃതദേഹവും പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. CK അഭിലാൽ അവിടെ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിടെ മന്ത്രി വീണ ജോർജിനെയും നമുക്ക് ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാം. അഭിലാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? കുടുംബത്തിനൊരിക്കലും താങ്ങാൻ കഴിയാത്തൊരു വലിയ നഷ്ടം. അതായത് ചരമ അനുശോചനം അറിയിച്ച ഒരു ദുരന്തം. തോമസ് ഉമ്മൻ 36 വയസ്സാണ് പ്രായമായ രക്ഷിതാക്കളുടെ സംരക്ഷണം, പുതിയ വീടെന്ന വലിയ സ്വപ്നം, ഏക മകളുടെ വിദ്യാഭ്യാസം, അങ്ങനെ നിരവധി സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് 36 വയസ്സുകാരൻ ഈ അപകടത്തിലൂടെ കടന്നു പോകുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയും തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അവിടെ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് വിലാപയാത്രയായാണ് തിരുവല്ലയിൽ നിന്നും മേപ്രാലിലേക്ക് മൃതശരീരം കൊണ്ടുവന്നത്. ആദ്യം സഹോദരനോടൊപ്പം ചേർന്ന് നിർമ്മിച്ച പുതിയ വീട്ടിലാണ് മൃതശരീരം എത്തിച്ചത്. അവിടെ 5 മിനിറ്റ് സമയം ചെറിയ പ്രാർത്ഥനകൾക്ക് ശേഷം കുടുംബ വീട്ടിലേക്ക് മൃതശരീരം എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഇവിടെ പൊതുദർശനത്തിനുള്ള സമയം അനുവദിച്ചിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:30 വരെ പൊതുദർശനത്തിനുള്ള സമയമാണ്. പിന്നീട് അവസാനഘട്ട ശുശ്രൂഷകളിലേക്ക് കടക്കും. ശേഷം മേപ്രാൽ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി സെമിത്തേരിയിലായിരിക്കും സംസ്കരിക്കുക. സഭയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളും അതോടൊപ്പം തന്നെ നാട്ടുകാരും സഹപ്രവർത്തകരുമായ നിരവധി പേരും എത്തിച്ചേർന്നു. അല്പം മുൻപ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. ഇദ്ദേഹം തോമസ് ഉമ്മൻ അടക്കം മരണമടഞ്ഞ ആളുകളൊക്കെ തന്നെ ജോലി ചെയ്ത കമ്പനിയുടെ ഉടമ KG ഏബ്രഹാമിൻ്റെ വീടും ഈ പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് നിരണത്ത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത്
കോട്ടയം സ്വദേശി ശ്രീഹരിയുടെ പൊതുദർശനം നടക്കുകയാണ്. ഇളങ്കാവിലെ വീട്ടിലാണ് ശ്രീഹരിയുടെ പൊതുദർശനം. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പഞ്ചായത്ത്